മഹാകുംഭമേളയ്ക്ക് 2100 കോടി രൂപയുടെ പ്രത്യേക ഗ്രാന്റിന് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. അതിൽ ആദ്യ ഗഡുവായ 1050 കോടി ഇന്ന് അനുവദിച്ചു. അതേസമയം പ്രത്യേക സഹായത്തിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എക്സിലെ ഒരു പോസ്റ്റിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ സഹായത്തിന് പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയകരമായ മാർഗനിർദ്ദേശത്തിന് കീഴിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരികവും ആത്മീയവുമായ സമ്മേളനമായ പ്രയാഗ്രാജ് മഹാകുംഭമേളയെ ദൈവികവും മഹത്തരവുമായി മാറ്റാനാണ് ഇരട്ട എഞ്ചിൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പരമ്പരയിൽ 2100 കോടി രൂപയുടെ പ്രത്യേക ഗ്രാന്റിൻ എയ്ഡ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. ഇതിൽ ആദ്യ ഗഡുവായ 1050 കോടി ഇന്ന് അനുവദിച്ചു. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഈ പിന്തുണ ഭക്തർക്ക് വൃത്തിയുള്ളതും സുരക്ഷിതവും സുസംഘടിതവുമായ മഹാകുംഭം സാക്ഷാത്കരിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദൈവിക ഡിജിറ്റൽ മഹാകുംഭം എന്ന ആശയം സാക്ഷാത്കരിക്കാൻ സഹായിച്ച ഈ സമ്മാനത്തിന് പ്രധാനമന്ത്രിക്ക് ഹൃദയഭംഗമായ നന്ദിയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം കഴിഞ്ഞ ദിവസം 2025 ജനുവരിയിൽ മഹാകുംഭമേള നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കുംഭമേള നടക്കുന്ന പ്രദേശം ഒരു ജില്ലയായി പ്രഖ്യാപിച്ചിരുന്നു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇക്കാര്യം അറിയിച്ചത്. പുതിയ ജില്ല മഹാകുംഭമേള ജില്ല എന്നറിയപ്പെടും. അടുത്ത വർഷം ജനുവരിയിൽ നടക്കാനിരിക്കുന്ന മഹാകുംഭമേള പോരായ്മകളില്ലാതെ മികച്ച രീതിയിൽ നടപ്പാക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടിയാണ് UP സർക്കാരിന്റെ ഭരണപരമായ നീക്കത്തെ വിലയിരുത്തുന്നത്. പ്രയാഗ്രാജിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന തീർത്ഥാടകർക്ക് ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയും നിയമപാലകരുടെ സേവനങ്ങളും തടസ്സമില്ലാതെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പുതുതായി രൂപീകരിച്ച ജില്ലയിൽ കുംഭമേള സമയത്തെ തയ്യാറെടുപ്പുകളും സേവനങ്ങളും പരിപാലിക്കുന്നതിന് പ്രത്യേക അഡ്മിനിസ്ട്രേറ്റീവ് ടീം ഉണ്ടായിരിക്കും. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള ഇപ്രാവശ്യം 2025 ജനുവരിയിലാണ് ആരംഭിക്കുക. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർക്ക് ആതിഥേയത്വം വഹിക്കുന്ന മേളയാണിത്. കോടിക്കണക്കിന് പേർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന കുംഭമേളയ്ക്കായി തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. മഹാകുംഭമേളയിൽ ഡ്രൈവർമാർ, ബോട്ടുകൾ, ഗൈഡുകൾ, ഓപ്പറേറ്റർമാർ എന്നിവർക്ക് പ്രത്യേക ട്രാക്ക് സ്യൂട്ടുകളുമുണ്ട്. ഉത്തർപ്രദേശ് സർക്കാർ ഇത് സംബന്ധിച്ച് തീരുമാനം കൈക്കൊണ്ടിരുന്നതായി അറിയിച്ചിട്ടുണ്ട്. 4 വിഭാഗങ്ങൾക്കും പ്രത്യേക ട്രാക്ക് സ്യൂട്ടുകൾ തയ്യാറാക്കിയിരിക്കുകയാണ്. മേളയിലെ തിരക്കിനിടയിൽ തീർത്ഥാടകർക്ക് ആവശ്യമായ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭിക്കുമെന്നത് കണക്കിലെടുത്താണ് ഈ തയ്യാറെടുപ്പുകൾ നടത്തിയെന്ന് റീജിയണൽ ടൂറിസം ഓഫീസർ അപരാജിത സിംഗ് പറഞ്ഞു. കൂടാതെ ഓരോ വിഭാഗത്തിനും അതിൻ്റെതായ സവിശേഷമായ ഐഡന്റിറ്റി ഉണ്ടായിരിക്കും. ഇതുമൂലം യാത്രക്കാർക്ക് ഈ സേവനങ്ങൾ എളുപ്പത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നും അവർ പറഞ്ഞു. കൂടാതെ വ്യക്തിയെ തിരിച്ചറിയുന്നതിനായി ഓരോ വിഭാഗത്തിലുള്ള ട്രാക്ക് സ്യൂട്ടും കുംഭമേളയുടെ ടൂറിസം വകുപ്പിന്റെയും ലോഗോ പ്രിന്റ് ചെയ്യും. അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന മേള എന്ന ഖ്യാതിയും കുംഭമേളയ്ക്ക് തന്നെ. ഈ കുംഭമേളയുടെ ഐതിഹ്യം ഇങ്ങനെയാണ്: 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പൂർണ്ണ കുംഭമേള അതീവ പ്രാധാന്യമേറിയതാണ്. പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുക. പാലാഴി മദനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് കുംഭമേളയുടെ ഐതിഹ്യം. ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് അമൃത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഗരുഡൻ അമൃത് കുംഭവുമായി പറക്കുന്നതിനിടെ വിശ്രമത്തിനായി അസുരന്മാർക്ക് ആക്രമിക്കാൻ കഴിയാത്ത 4 തീർത്ഥഘട്ടങ്ങളിലാണ് ഗരുഡൻ ഇറങ്ങിയത്. ഈ തീർത്ഥഘട്ടങ്ങളുടെ നടുവിൽ അമൃതകുംഭം വെച്ചിട്ടാണ് ഗരുഡൻ വിശ്രമിച്ചത്. 12 ദിവസങ്ങളിലായാണ് ദേവാസുര യുദ്ധം നടന്നത്. ഈ 12 ദിവസങ്ങളിലായുള്ള ഓട്ടത്തിനിടെ ഈ 4 തീർത്ഥഘട്ടങ്ങളിൽ ഗരുഡൻ വഹിച്ചിരുന്ന അമൃതകുംഭത്തിൽ നിന്നും അമൃത് തുളുമ്പി വീണുവെന്നാണ് ഐതിഹ്യം. ഈ തീർത്ഥഘട്ടുകളിൽ നിന്നും അമൃതിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം. അമൃതിന്റെ സാന്നിധ്യമുള്ള ഈ പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യാൻ സർവ്വദേവ കിന്നാരന്മാരും ഋഷീശ്വരന്മാരും എത്തും. ഹിമാലയങ്ങളിൽ നിന്നും ഉൾപ്പെടെ 70 ലക്ഷത്തോളം അഗാഢ സന്യാസിമാരാണ് ഓരോ കുംഭമേളയ്ക്കും എത്തുക. ഇതുകൂടാതെ അസംഖ്യം സാധാരണക്കാരായ വിശ്വാസികളും കുംഭമേളയ്ക്ക് എത്തും. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയെ കൂടാതെ ഹരിദ്വാറിലും പ്രയാഗിലും അർദ്ധ കുംഭമേളയും നടക്കും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.